പിതാവേ, നിങ്ങളുടെ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുവചനം പഠിക്കുവാനും വീണ്ടും ഒരവസരം കൂടെ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി തന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ പഠിക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് ശുശ്രൂഷയ്ക്ക് കർത്താവെ അനുഗ്രഹപ്രദമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിപ്പാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, അത് അനേകർക്ക് പ്രയോജനപ്രദമായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ പഠനരീതിയുടെ രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ കയറുകയാണ്. രണ്ടാമത്തെ പഠന രീതി, അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ചാപ്റ്റർ വൈസ് സ്റ്റഡി അല്ലേ, അധ്യായമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇത് പഠിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നോട്ട് ചെയ്തോ. പൗലോസ്, പത്രോസ്, മോശ, യോശുവ, യിരെമ്യാവ്, ഇവരൊക്കെ ബൈബിൾ എഴുതുന്ന സമയത്ത് അവരാരും ഇതിനെ അധ്യായവും വാക്യമായിട്ടല്ല എഴുതിയത്. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കിക്കോളൂ. അവരൊരു ലേഖനം പോലെ, ഇങ്ങനെ ഒരു കത്ത് പോലെ അല്ലെങ്കിൽ ഒരു ഇതുപോലെ ഒന്നിച്ച് എഴുതുക ചെയ്തത്. അതാദ്യം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം. എഴുത്തുകാരും ഇതിനെ എന്ത് ചെയ്തിട്ടില്ല, ഇതിനെ അധ്യായങ്ങളായിട്ടോ വാക്യങ്ങളായിട്ടോ തിരിച്ചിട്ടില്ല. 1228 ബിഷപ്പ് സ്റ്റീഫൻ ലാങ്ടൺ LANGTON, ഈ പുള്ളിയാണ് ബൈബിളിനെ അധ്യായങ്ങളായിട്ടും വാക്യങ്ങളായിട്ടും തിരിക്കുന്നത്. 1228. അപ്പൊ ഈ തിരിച്ച കൂട്ടത്തിൽ പല പാളിച്ചയും പറ്റിയിട്ടുണ്ട്. കാരണം ചിലപ്പം ചില വാക്യങ്ങൾ ആ ആശയം അവസാനിക്കുന്നത് അടുത്ത അധ്യായത്തിലായിരിക്കും. അപ്പം ഇത് വാക്യം തിരിച്ചേനോ അധ്യായമായി തിരിച്ചേനോ ഒന്നും ആരുടെ പങ്കില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നല്ലട്ടോ ഇത് ചെയ്തേക്കുന്നത്. അപ്പം ചില ആശയങ്ങൾ പൂർണ്ണമാവണമെങ്കിൽ അടുത്ത അധ്യായത്തിൽ ഒരു 3-4 വാക്യം കൂടെ വായിച്ചാലേ എന്ത് ചെയ്യത്തുള്ളൂ, പൂർത്തിയാവത്തുള്ളൂ. അപ്പോൾ അത് എപ്പോഴും നമ്മുടെ മനസ്സിലിരുന്നുള്ളൂ. അപ്പോൾ അധ്യായങ്ങളെക്കുറിച്ച് നമ്മൾ പ്രസംഗം തയ്യാറാക്കുമ്പോൾ ആ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്താണെന്ന് ശരിക്കും മനസ്സിലാവണമെങ്കിൽ ചിലപ്പോൾ മുൻ അധ്യായത്തിലെ ചില വാക്യങ്ങളൂടെ വായിക്കേണ്ടി വരും, പിന്നെ അധ്യായത്തിലെ ചില വാക്യങ്ങളൂടെ വായിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം എഴുത്തുകാരൻ, ലേഖനകർത്താവ് ഇത് എഴുതുമ്പോൾ ഇതിനെ അധ്യായങ്ങളായിട്ടോ വാക്യങ്ങളായിട്ടോ എന്ത് ചെയ്തിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് കുറേ കൂടെ എളുപ്പമായിരുന്നു. എവിടാണ് പുള്ളി ആശയം ഷിഫ്റ്റ് ചെയ്യുന്നത്, ആശയം മാറുന്നത് നമുക്കറിയാമായിരുന്നു. എന്നാൽ ഇത് പിൽക്കാലത്ത് നടന്ന ഒരു കാര്യമായതുകൊണ്ട്, പ്രത്യേകിച്ച് 1228 ബിഷപ്പ് സ്റ്റീഫൻ ലാങ്ടനാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യുക്തിക്ക് തോന്നുന്നത്, അപ്പോൾ അദ്ദേഹം വായിച്ചപ്പം ഓക്കെ ഇവിടെ നിന്നിട്ട് വേറൊരു ആശയമാണെന്ന് തോന്നിയപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഇത് തിരിച്ചത്. അപ്പോൾ നമ്മളിപ്പോഴൊരു പ്രസംഗം തയ്യാറാക്കുമ്പോൾ, അധ്യായങ്ങളെ പഠിച്ച് പ്രസംഗം തയ്യാറാക്കുമ്പോൾ ആ അധ്യായത്തിൻ്റെ ആശയം പൂർണ്ണമായി നമുക്ക് മനസ്സിലാവണമെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ മുമ്പിലത്തെ അധ്യായത്തിലെ 4 വാക്യങ്ങളോ 2 വാക്യങ്ങളോ, പുറകിലെ അധ്യായങ്ങളിലെ 2 വാക്യങ്ങളോ 3 വാക്യങ്ങളോടുകൂടെ നമ്മൾ ഈ അധ്യായത്തോടുകൂടെ ചേർത്താൽ മാത്രമേ സാധിക്കത്തുള്ളൂ. മനസ്സിലായോ ഞാൻ നിങ്ങൾക്ക് എന്ത് പറഞ്ഞു? മനസ്സിലായില്ലേ? അപ്പോൾ അധ്യായ പഠന രീതിയിൽ ഈ കാര്യം എപ്പോഴും നമ്മുടെ മണ്ടയിൽ ഉണ്ടായിരിക്കണം. നമ്മൾ 12 അധ്യായങ്ങളെ പഠിക്കണം, പിന്നെ എന്തിനാ 11 അധ്യായത്തിലെ വാക്യം വായിച്ചതെന്ന് ആരും ചോദിക്കരുത്. ഇതിനെ പിന്നെ 13 അധ്യായത്തിലെ, പക്ഷെ 13 അധ്യായത്തിൻ്റെ 4 വാക്യം കൂടെ ചേർത്താലേ ഈ ആശയം എന്ത് ചെയ്യത്തുള്ളൂ, എഴുത്തുകാരൻ ഉദ്ദേശിച്ച ആശയം പൂർണ്ണമാവുള്ളൂ. അപ്പോൾ ഇത് എപ്പോഴും നമുക്ക് ഓർമ്മ വേണം. ഒരു പ്രസംഗം തയ്യാറാക്കുമ്പോഴോ, ഒരു പഠനം തയ്യാറാക്കുമ്പോഴോ, ഒരു ക്ലാസ് തയ്യാറാക്കുമ്പോഴോ നമ്മൾ ഒരല്പം ചിലപ്പോൾ മുമ്പിൽ നിന്ന് എടുക്കേണ്ടി വരും, ഒരല്പം നമ്മൾ പുറകോട്ടും പോകേണ്ടി വരും. വേദപുസ്തകത്തിൽ മൊത്തം എത്ര അധ്യായം ഉണ്ടെന്ന് അറിയാമോ നമുക്ക്? 1181 അധ്യായങ്ങളാണ് നമുക്കുള്ളത്. 1181, 11-11-89, 11-8-9. അപ്പോൾ ഒരധ്യായം വെച്ച് ഒരാഴ്ച പ്രസംഗിച്ചാൽ തന്നെ ഏതാണ്ട്
ഒരു 3 വർഷത്തേക്കുള്ള പ്രസംഗം ഇങ്ങനെ തന്നെ എടുക്കാം. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, കേരളത്തിൽ നിന്നൊരു പാസ്റ്ററെ ഗൾഫിൽ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചു. 41 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്കാണ് വിളിച്ചേക്കുന്നത്. രാവിലെയും വൈകിട്ടും എന്ത് ചെയ്യണം? പുള്ളിക്ക് പ്രസംഗിക്കണം. അപ്പം 82 പ്രസംഗം ഉണ്ടാക്കണം. അത് ഒരേ പാർട്ടികളാണ് മുമ്പിൽ ഇരിക്കുന്നത്. പുള്ളി ഒത്തിരി ആലോചിച്ചപ്പോൾ അവസാനം ഒരു വീഡിയോ കിട്ടി. ഒരു കാര്യം ചെയ്യാം, ഓരോ ദിവസം ഓരോ ലേഖനങ്ങളിൽ നിന്നങ്ങ് പ്രസംഗിക്കാൻ തീരുമാനിച്ചു പുള്ളി. ഓരോ ദിവസം ഓരോ ലേഖനത്തിൽ നിന്ന് പ്രസംഗിക്കുക. രാവിലെ ഒരു മെസ്സേജ്, വൈകിട്ട് മെസ്സേജ്, പിറ്റേ ദിവസം 2ാമത്തെ ലേഖനത്തിൽ. അങ്ങനെയാണ് പുള്ളി അവിടെ നിന്ന് പിടിച്ചതെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എവിടുന്ന് 82 പ്രസംഗം ഉണ്ടാക്കുക? അത് ഒരേ ആളുകൾ. അപ്പം പ്രസംഗം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഏറ്റവും നല്ല കാര്യം എന്തുവാണെന്നറിയാമോ? ഒരു അധ്യായം ഒരു ദിവസം അങ്ങ് പ്രസംഗിച്ചേക്കുക. അപ്പോൾ പിന്നെ ആവർത്തന വിരസത ഉണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. സുഖമായിട്ട് 3 വർഷം പ്രസംഗിക്കാം. അപ്പോഴത്തേനും ട്രാൻസ്ഫർ വാങ്ങിച്ച അടുത്ത സഭയിലേക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്നെ പോലുള്ളവരുടെ കാര്യമൊക്കെ കഷ്ടം. ഇത് സ്ഥിരമായിരിക്കുന്നവരുടെ കാര്യമാണ് കഷ്ടം. അല്ലാത്തവർക്ക് 3 കൊല്ലം കഴിയുമ്പോഴത്തേന് കുറ്റിയും കൂടാരമൊക്കെ വിളിച്ച് എന്ത് ചെയ്യാം? അടുത്ത സഭയിൽ പോയാൽ അവിടെ വീണ്ടും ഇതെന്ത് ചെയ്യാം? തുടങ്ങാം. അടുത്ത സഭയിലോട്ടൊന്നും പോരെന്നേ ഉള്ളൂ, കാരണം വിശ്വാസി കേൾക്കാനുള്ളവരുണ്ട്. അതുകൊണ്ട് ഡിസ്ട്രിക്റ്റ് മാറി ട്രാൻസ്ഫർ വാങ്ങിച്ചാൽ എന്ത് ചെയ്യുക? പോവുക. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനൊത്തിരി ഗുണമുണ്ട്, ഒത്തിരി ദോഷമുണ്ട്. ദോഷമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് ഇതിൽ നിന്ന് പ്രസംഗിക്കാൻ പറ്റത്തില്ല, കാരണം ആ അധ്യായത്തിലുള്ളതേ പ്രസംഗിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷം. ഏതാ? നമുക്കിഷ്ടമുള്ളത് ആ അധ്യായത്തിലുള്ള കാര്യമേ നമുക്ക് പ്രസംഗിക്കാൻ പറ്റുള്ളൂ. ലോകത്തിൽ അങ്ങനെ പ്രസംഗിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവരെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേഴ്സ് ബൈ വേഴ്സ് സ്റ്റഡി. അവർ വേദപുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ വേദപുസ്തകം കൊണ്ടുവന്ന് ശരിക്ക് ഒരറ്റത്തു നിന്ന് അങ്ങ് തുടങ്ങും. വേറെ എങ്ങും ഒരു കാട് കയറിപ്പില്ല. അത് വായിച്ച് അതിൽ നിന്നായിരിക്കും അവർ പ്രസംഗിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രസംഗം എപ്പോഴും എന്തായിരിക്കും? വചനാധിഷ്ഠിതം ആയിരിക്കും. എനിക്കിന്നിപ്പോൾ ഒരു വിശ്വാസിയോട് ദേഷ്യം ഉണ്ടെന്ന് വിചാരിച്ചാൽ എൻ്റെ പ്രസംഗം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവർക്കും അറിയാം ഇന്ന് ഇതാ ഭാഷ, ഇന്ന് ഈ അധ്യായം ആ ഭാഷ പ്രസംഗിക്കാൻ പോകുന്നത്. അപ്പോൾ വിശ്വാസികൾക്ക് ആ ഒരുക്കത്തോടെ വരാൻ കഴിയും. വിശ്വാസികൾ ആ ഭാഗം വായിച്ചായിരിക്കും വരുന്നത്. അതുകൊണ്ട് പാസ്റ്റർക്ക് ഇരട്ടി പണിയാണ്. കാര്യം വിശ്വാസികൾ ഓൾറെഡി ഒരു പ്രസംഗം തയ്യാറാക്കിയിട്ടായിരിക്കും അവർ വരുന്നത്. അപ്പോൾ അത് തന്നെ പാസ്റ്റർക്ക് പ്രസംഗിക്കാൻ പറ്റില്ലല്ലോ. അവന് അത്രയും ഭാഗം വായിച്ച് അവർ കുറച്ച് കാര്യം ഗ്രഹിച്ചും പഠിച്ചിട്ടുമാണ് അവർ വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കാത്ത പദങ്ങളുടെ അർത്ഥം കൂടെ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടില്ലയോ, യഹോവേ നിൻ്റെ കൂടാരത്തിൽ 6 പാർക്കുമെന്ന് ചോദിക്കുമ്പോൾ ഏത് കൂടാരമായിരുന്നു എന്നുള്ളതാണ് വിഷയം. സമാഗമന കൂടാരം ഇല്ല, ആനയും മണിയും പെട്ടിട്ടുമില്ല. അപ്പോൾ പിന്നെ ദാവീദിൻ്റെ കാലത്തുണ്ടായിരുന്ന കൂടാരം ഏതാ? അപ്പോൾ ഇതും കൂടെ പഠിച്ചു വെച്ചാൽ ആര് വന്നിരിക്കുന്നേ? വിശ്വാസി വന്നിരിക്കുന്നേ. അപ്പോൾ പാസ്റ്റർ തറോ ആയിട്ട് പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ ഈ വേദഭാഗം. അവിടെ വന്നിരുന്ന് പഠിക്കാൻ പറ്റത്തില്ല. കറക്റ്റ് തറോ ആയിട്ട് ഈ വേദഭാഗവും ഇതിനകത്ത് പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളും സംഭവങ്ങളും വ്യക്തികളും ആരാന്ന് ശരിക്ക് പഠിച്ചെങ്കിൽ മാത്രമേ ആ ഭാഗത്ത് നിന്ന് പ്രസംഗം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ ദോഷം. എന്നാൽ അതോടൊപ്പം തന്നെ അത് ഗുണമാണ്. എന്തുവാ? ശരിക്കും വേദോസം വായിച്ചതിന് ശേഷമേ പാസ്റ്റർക്ക് ഈ ഭാഗം, കാരണം അവിടെ ചിലപ്പം പ്രതിപാദിച്ചിരിക്കുന്ന കുറേ സ്ഥലങ്ങളുടെ പേര് കാണും. അങ്ങനെ അവർ സേയീർ പർവ്വതം വിട്ട് യാത്ര തുടങ്ങും. സേയീർ പർവ്വതം ഇത് എവിടാ? ഈ പർവ്വതത്തിൻ്റെ പ്രത്യേകത എന്നാ? വേറെ നിങ്ങൾ ഈ പർവ്വതത്തെ ചുറ്റി നടന്നത് മതി. ഏത് പർവ്വതത്തെ? എന്താ അവിടെ ചുറ്റി നടക്കാണ്ടായ വിഷയം? അപ്പോൾ ഇതൊക്കെ ശരിക്കും പഠിച്ചിട്ടേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാട് കയറില്ല, നമുക്ക് വായി തോന്നിയതൊന്നും പ്രസംഗിക്കാൻ പറ്റത്തില്ല, ജനത്തിന് നിഷേധിക്കാനും പറ്റില്ല. ആൻഡ് ഇറ്റ്സ് ഇൻ ദ വേൾഡ്. ഇതൊരാളെ കുത്താൻ വേണ്ടി മാത്രം അന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന പ്രസംഗം അല്ല. കാരണം എല്ലാവർക്കും അറിയാമായിരുന്നു പാസ്റ്റർ ഈ ഭാഗത്തുനിന്ന് പ്രസംഗിക്കാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ അതാണിത്, ഇതിൻ്റെ ഗുണങ്ങളും ഇതിൻ്റെ ദോഷങ്ങളും. അപ്പോൾ ഇനി അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇത് പഠിക്കുന്നത്?
എങ്ങനെയാണ് നമുക്ക് ഈ അധ്യായങ്ങളെ ബേസ് ചെയ്ത് ഒരു പ്രസംഗം ഉണ്ടാക്കേണ്ടത്? അതിന് 10 സ്റ്റെപ്പുണ്ട്. ഒരു അധ്യായത്തെ അടിസ്ഥാനമാക്കി ഒരു പ്രസംഗം തയ്യാറാക്കണമെങ്കിൽ 10 പടികളുണ്ട്. ആ 10 പടികളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഒരു 5 പ്രാവശ്യമെങ്കിലും ആ അധ്യായം വായിക്കണം എന്നുള്ളതാണ്. ഒരു 5 പ്രാവശ്യമെങ്കിലും ആ അധ്യായം വായിക്കണം. അതെങ്ങനെ വായിക്കണം? കഴിയുന്നതും മനസ്സിലല്ല വായിക്കണ്ടേ, ഉറക്കെ നമുക്ക് തന്നെ കേൾക്കാൻ പറ്റുന്ന ഇതിനകത്ത് വായിക്കണം. സ്വയം കേൾക്കാൻ കഴിയുന്ന രീതി വായിക്കണം. ഒരു 5 പ്രാവശ്യമെങ്കിലും വായിക്കണം. വായിച്ചിട്ട് ഇപ്പം നമ്മുടെ കയ്യിലുള്ള ബൈബിൾ നമ്മൾ വായിച്ചു, 5 പ്രാവശ്യം ഇത് ഞാൻ വായിച്ചു. നമ്മൾ ഉപയോഗിക്കുന്ന സത്യവേദ പുസ്തകം വായിച്ചു. ഇത് കഴിഞ്ഞിട്ട് 1-2 പ്രാവശ്യം ഒന്ന് ഇംഗ്ലീഷ് അറിയാവുന്നൊരു ഇംഗ്ലീഷ് ബൈബിളൊന്ന് വായിക്കുക. അതിൻ്റെ അല്ലെങ്കിൽ മറ്റ് ഭാഷാന്തരങ്ങളിലുള്ള, അപ്പം മലയാളത്തിൽ തന്നെ ഇഷ്ടം പോലെ കത്തോലിക്കരുടെ ഉണ്ട്, ഓശ, അങ്ങനെ ഒത്തിരി ഉണ്ട്. അതും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. അപ്പം ഇതിനകത്ത് തമ്മിൽ എന്തെങ്കിലും ആശയ വൈപരീത്യം, ഇതിനകത്ത് ഇല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് വ്യക്തമാക്കിയിട്ടുണ്ടോ, ഇവർ വ്യക്തമാക്കിയിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഒരു 10 പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യണം? 2 ഭാഷയിലും കൂടെ അല്ലെങ്കിൽ 2 രീതിയിലും കൂടെ വായിച്ചിരിക്കണം. കാരണം നമ്മുടെ ബൈബിളിൽ വ്യക്തമല്ലാത്ത പലതും കത്തോലിക്ക ബൈബിളിലോ അല്ലെങ്കിൽ മറ്റ് ലളിതമായ ഭാഷാന്തരങ്ങളിലോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം നമ്മളത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പം 2 കൂടെ വായിച്ച് നമുക്കൊരു ഐഡിയ കിട്ടി നമുക്ക് എന്തുവാ ഈ അധ്യായത്തിൽ പറയുന്നതെന്നുള്ളത്. ഇനിയാണ് നമ്മൾ ഈ 10 സ്റ്റെപ്പ് ചെയ്യാനുള്ളത്. 1, ഈ അധ്യായത്തിനൊരു തലക്കെട്ട് കൊടുക്കുക. നമ്മൾ വായിച്ച ഈ അധ്യായത്തിന് നമ്മളൊരു തലക്കെട്ട് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഒരു ഹെഡിങ് കൊടുക്കുക. അതിനെ ക്യാപ്ഷൻ എന്ന് പറയും. മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഈ അധ്യായത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ തലക്കെട്ട് എന്തുവാ അല്ലെങ്കിൽ ക്യാപ്ഷൻ? ഉദാഹരണം, 1 കൊരിന്ത്യർ 13-ാം അധ്യായം. എന്തുവാ നമ്മൾ അതിന് തലക്കെട്ട് കൊടുക്കാൻ പറ്റും നമുക്ക്? പറഞ്ഞോ. സ്നേഹം, ബാക്കി ആർക്കും ഒന്നും കൊടുക്കാല്ലേ? പറയപ്പോൾ എന്തെങ്കിലും കൊടുക്കുക. 1 കൊരിന്ത്യർ 13 എന്ന് പറഞ്ഞാൽ അല്ലേ? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് വേണേ പറയാം. വേറൊന്ന്, ട്രൂ ലവ് എന്തുവാന്ന് അവിടെ വെളിപ്പെടുത്തുന്നത്? യഥാർത്ഥ സ്നേഹം. ചേർക്കുന്നില്ല അല്ലേ? അപ്പോൾ ആ ട്രൂ എന്നുള്ളൊരു വാക്കും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും നമുക്ക്. അപ്പോൾ 13-ാം അധ്യായത്തിനൊരു തലക്കെട്ട് കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ കൊടുക്കാൻ പോകുന്നത് ട്രൂ ലവ് എന്നായിരിക്കും. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം? അതിശ്രേഷ്ഠമായ മാർഗം ഏതാണ്? ദ ബെറ്റർ വേ. ശരി, 13 നമുക്കറിയാവുന്നുണ്ട്. ലൂക്കോസ് 15-ലോട്ട് വരാം. അതെന്തുവാ? അതിന് നമുക്കൊരു ക്യാപ്ഷൻ കൊടുക്കണം. ആ അധ്യായത്തിന് മൊത്തം അല്ലെ വേണ്ട, അതിൽ നമുക്കൊന്ന് ചുരുക്കി മുടിയനായ പുത്രൻ്റെ ഇതിലേക്കൊന്ന് വരാം. അല്ലെങ്കിൽ ആ 3 ഉപമകളെയും കൂടെ നമുക്ക് ഒന്നിച്ച് പഠിക്കാം. എന്താണ് ആ 3 ഉപമയിലും പ്രധാനമായിട്ട് മുഴച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ പൊന്തി നിൽക്കുന്ന അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്ന ആശയം എന്തുവാ? 3 ഉപമകളിലും മടങ്ങി വരവ്,
മൂന്ന് ഉപമകളിലും യഥാർത്ഥ സ്നേഹം, വീണ്ടും കിട്ടിയതിലെ സന്തോഷം. നമുക്കൊരു ക്യാപ്ഷൻ കൊടുക്കണം. ഈ മൂന്ന് ഉപമകൾക്കും കൂടെ ഒരു ക്യാപ്ഷൻ നമ്മൾ ഒന്നിച്ച് കൊടുക്കാൻ പോവാം. അതിൽ മൂന്നിലെ ചില കോമൺ ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? പൊതു ഘടകങ്ങൾ എന്തുവാ? നഷ്ടപ്പെടുന്നതിന് മുമ്പ് നഷ്ടപ്പെടുന്നതിന് മുമ്പ് എന്തുവരുന്നത്? ആരുടെ കൈവശത്തിലുണ്ടായിരുന്നതാണല്ലേ. എൻ്റെ കയ്യിൽ എന്തുവാന്നുള്ളത്, ഉദാഹരണം പറയാം, എൻ്റെ ബാഗിൽ എന്തോ ഉണ്ടെന്ന് അറിയാനല്ലേ എന്തോ പോയെന്ന് അറിയത്തുള്ളൂ അല്ലേ? അതറിയണം. വാട്ട് ഐ ഹാവ് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് എന്തോ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ബോധ്യമാണ്. ഈ മൂന്ന് പേരിൽ അത് കാണാം. എടൻ അറിയായിരുന്നു തൻ്റെ കയ്യിൽ എത്ര ആടുണ്ടെന്ന്. സ്ത്രീക്ക് അറിയായിരുന്നു തൻ്റെ കയ്യിൽ എത്ര ദ്രവ്യമുണ്ടെന്ന്. പിതാവിനറിയായിരുന്നു തനിക്ക് എത്ര മക്കളുണ്ടെന്ന്. ഇനി ഇതിനകത്തൊക്കെ എല്ലാം രസം തോന്നിയ ഒരു പ്രത്യേകിച്ച് അവസാനത്തെ ഉപമയിലേക്ക് വരിക. അത് അങ്ങനെ അവിടെ പറയുന്നുണ്ട്, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗ്ഗത്തിൽ സന്തോഷിക്കും എന്നുള്ളതാണ് മൂന്നിലുള്ളത്. പക്ഷെ ഈ മൂന്നാമത്തെ ഇതിനകത്ത് വരുമ്പോൾ ഇവൻ്റെ അമ്മ എവിടെ പോയി? ആരുടെ അമ്മ? ഈ മുടിയനായ പുത്രൻ്റെ. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത ഞാൻ പറയാം. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ അമ്മയ്ക്ക് സ്ഥാനമില്ല. മനസ്സിലായോ? ദൈവത്തിൻ്റെ, ഇത് തിയോളജിയാണ് കേട്ടോ ഞാനീ പറയണത്, ദൈവശാസ്ത്ര തിയോളജിയാണ് പറയണേ. മറിയെ സഹരക്ഷകയായിട്ടാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. അന്ന് അവരതേ പദം സഹരക്ഷകയാണ്. പക്ഷേ ഇതിനകത്ത് നോക്ക്, ദൈവത്തിൻ്റെ രക്ഷണ്യ വേലയിൽ ആർക്ക് പങ്കില്ല? അമ്മയ്ക്ക് പങ്കില്ല. കർത്താവ് മനഃപൂർവ്വമാണ്. അല്ലെങ്കിൽ അവിടെ എങ്ങാണ് അമ്മ വന്നായിരുന്നെങ്കിൽ എൻ്റെ തമ്പുരാനെ ആദ്യത്തെ അടയാളത്തിൽ മറിയ വന്നു എന്നുള്ളതുകൊണ്ട് തന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചത്. എനിക്ക് തോന്നുന്നത് അത് മുൻ കണ്ടുകൊണ്ടായിരിക്കാം ദൈവം തമ്പുരാൻ മനഃപൂർവ്വം അമ്മയെ അതിൽ നിന്ന് ഒഴിവാക്കിയത്. അപ്പം ദൈവത്തിൻ്റെ രക്ഷണ്യ വേലയിൽ ആർക്ക് പങ്കില്ല? അമ്മയ്ക്ക് പങ്കില്ല. അതിൻ്റെ തെളിവാണിത്. മുടിയനായ പുത്രൻ്റെ മടങ്ങിവരവിൽ അമ്മ മധ്യസ്ഥം വഹിക്കുന്നില്ല. അമ്മ എന്നൊരു റോള് അവിടെ ഇല്ലെന്ന്. കോട്ടെ, അതൊരു വേറിട്ട ഒരു ചിന്തയായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇതിനകത്തല്ല. അപ്പം ആദ്യത്തെ ഇത് അറിവ് എന്തുവായിരുന്നു എന്നറിയുമോ? എന്തൊക്കെയോ കൈവശം ഉണ്ടായിരുന്ന ഒരു വ്യക്തി, അതാരോ ആവാം. ഒന്നെങ്കിൽ 100 ആട്, അല്ലെങ്കിൽ 10 ദ്രഹ്മ, അല്ലെങ്കിൽ മക്കള്. എന്തൊക്കെയോ കൈവശം ഉണ്ടായിരുന്ന ആള്. അത് കഴിഞ്ഞ് അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് വരുന്നത് അത് നഷ്ടപ്പെട്ട വ്യക്തി, നഷ്ടപ്പെട്ടതു എന്ന് ബോധ്യം വന്ന ഒരു വ്യക്തി, നഷ്ടത്തെക്കുറിച്ച് ബോധ്യം വന്ന വ്യക്തി. ഇടയന് ആട് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി, സ്ത്രീ ദ്രഹ്മ നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കി, പിതാവ് പുത്രൻ നഷ്ടപ്പെട്ടതായി മനസ്സിലായി. ഇവിടെ തിരിച്ചറിയാൻ പറ്റുന്നത് നമ്മുടെ നഷ്ടങ്ങളെക്കുറിച്ച് വല്ല ബോധം നമുക്കുണ്ടോ എന്നുള്ളതാണ്. ആ നഷ്ടങ്ങളെക്കുറിച്ചുള്ള ബോധം വേണമെങ്കിൽ കയ്യിലെന്തോ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ബോധം വേണം. പെട്ടെന്ന് ഞാൻ നിങ്ങളെ 51 സങ്കീർത്തനം ദാവീദ് എഴുതിയത്, 51 സങ്കീർത്തനം. ദാവീദ് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കല്ലേ, രക്ഷയുടെ സന്തോഷത്തെ എനിക്ക് തിരികെ തരണമേ. തനിക്ക് എന്ത് നഷ്ടപ്പെട്ടു എന്നൊരു ബോധ്യം ദാവീദിനറിയായിരുന്നു. ഇതെന്തൊക്കെ ചെയ്താലും ഒരു ബോധവും ഇല്ലാത്തവനുണ്ട്.
ദാവീദിന് ഇമ്മീഡിയറ്റ് ആയിട്ട് മനസ്സിലായി അല്ലേ? അവൻ പറയുന്നത് എന്തുവാ? നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എന്ത് ചെയ്യല്ലേ, എടുക്കല്ലേ, എനിക്ക് രക്ഷയുടെ സന്തോഷത്തെ എനിക്ക് തിരികെ തരണമേ. നഷ്ടങ്ങളെക്കുറിച്ചൊരു ബോധ്യം വേണമെങ്കിൽ ഉള്ളതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടായിരിക്കണം. ദൈവം എനിക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്, എൻ്റെ കയ്യിൽ എനിക്ക് എന്തൊക്കെ ദൈവം തന്നായിരുന്നു. ഇവിടെ ഒരാളെക്കുറിച്ച് എനിക്ക് പണ്ടേ പോലെ പാടാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞു. പഴയതുപോലെ എനിക്കിപ്പം പാടാൻ, അപ്പോൾ അദ്ദേഹത്തിന് അറിയായിരുന്നു താൻ പാടിയിരുന്നത് പോലെ ഇപ്പം തനിക്ക് പാടാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാ, എനിക്ക് എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എൻ്റെ വോയിസ് എവിടെയോ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എൻ്റെ സന്തോഷം എവിടെയോ നഷ്ടപ്പെട്ടു, എനിക്ക് പഴയ പോലെ ആരാധിക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു സൗകര്യം പ്രാർത്ഥിക്കാൻ വന്നു പറഞ്ഞു, എനിക്ക് പഴയ പോലെ ഒരു ആത്മീയ സന്തോഷം എനിക്ക് പ്രാപിക്കാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ എനിക്ക് അതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. കുഞ്ഞ് നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു 2-3 ദിവസം എടുത്ത് നീ ഒത്തിരി നീ ബിസി വിത്ത് യുവർ ലൈഫ്, ജീവിതമായിട്ട് ഒത്തിരി നീ എന്ത് ചെയ്യുന്നു, ജോലി, കുടുംബം, അത് ഇതൊക്കെ ആയിട്ട്. ഞാൻ പറഞ്ഞു ഡുവാണ് ഒരു കാര്യം ചെയ്യേ, ഒരല്പസമയം ഒന്ന് വേറിട്ട് 1-2 ദിവസം നീ ദൈവസ്ഥലൊന്ന് പ്രാർത്ഥിക്കാതിരിക്കുക. സെറ്റപ്പ് ആർട്ട് യുവേഴ്സ്. ആ കൊച്ചത് ഫീൽ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ആ ദൈവിക സന്തോഷം എനിക്ക് പണ്ടുണ്ടായിരുന്ന പോലെ ആ ദൈവിക സന്തോഷം എനിക്കില്ല. പുള്ളി പറഞ്ഞത് എനിക്ക് എൻ്റെ ആദിമസ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടു പോയത് തോന്നുന്നു. പക്ഷേ വായിക്കുന്നുണ്ട്, ബൈബിളൊക്കെ വായിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ ഐ ഫീൽ ഐ ലോസ്റ്റ് സംതിങ്. നമുക്ക് എന്തുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടോ? 2, അതേതെങ്കിലും നഷ്ടപ്പെട്ടു പോയോ? പ്രവാചകൻ ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, എഫ്രയീം അവൻ്റെ ബലം നഷ്ടപ്പെട്ടത് അവൻ അറിയുന്നില്ല. എഫ്രയീമിൻ്റെ ബലം നഷ്ടപ്പെട്ടു പോയത്, അവൻ നരച്ച വിവരം അവൻ അറിയുന്നില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എപ്പോഴും ഒന്നും ഓർത്തില്ലേലും ഇടയ്ക്കൊന്നിരുന്ന് എനിക്ക് എവിടെങ്കിലും ഡിഡ് ഐ ലൂസ് സംതിങ്, ഇടയ്ക്കൊക്കെ ഇരുന്നൊന്ന് എണ്ണി നോക്കുന്നത് നല്ലതാണ്. കാശല്ല, ക്രിസ്ത്യ ജീവിതത്തിൽ ഒന്ന് എണ്ണി നോക്കുന്നത് നല്ലതാണ്. വല്ലതും പോയോ ഇടയ്ക്കുണ്ടോ? എന്തെങ്കിലും എനിക്ക് എവിടെയെങ്കിലും നഷ്ടമായിട്ടുണ്ടോ? അപ്പം നഷ്ടത്തെക്കുറിച്ച് ബോധ്യം വന്ന ഇടയൻ, സ്ത്രീ, പിതാവ്. അത് കഴിഞ്ഞു തിരികെ പ്രാപിക്കാനുള്ളൊരാശയാണ് 3ാമത് കാണുന്നത്. ഐ ഹാവ് ടു ഗെറ്റ് ഇറ്റ് ബാക്ക്. എനിക്കത് തിരികെ കിട്ടിയേ പറ്റൂ. ആ വേർഡ് ഒരെണ്ണം ജനയായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അത് പ്രസവിച്ച് കഴിഞ്ഞാൽ ഇപ്പം 100 എന്നുള്ളപ്പോൾ 102 ഇല്ല. എനിക്കതിനെ തിരികെ എടുക്കണം. അപ്പം തിരികെ പ്രാപിക്കണമെന്നുള്ളൊരാശ ഇന്ന് പലരുടെയും ജീവിതത്തിൽ അതില്ല. എനിക്ക് എന്ത് നഷ്ടപ്പെട്ടോ എനിക്കത് തിരികെ, അത് ബന്ധങ്ങളായിരിക്കാം ചിലപ്പോൾ. ഞാൻ ഈയിടെ ഒരാളോട് പറഞ്ഞു, അതെങ്ങനെയെങ്കിലും മേക്കപ്പ് ചെയ്യാൻ നോക്ക്, സാരല്ല. ഇടയന് ആ ആടിനെ തിരികെ ആശ. അടുത്തത് അത് തിരികെ പ്രാപിക്കാനായിട്ട് ആ വ്യക്തികൾ ചെയ്യുന്ന പ്രവൃത്തികൾ. 99നെയും വിട്ടേച്ച് പോയ വഴി കൂടെ എല്ലാം തിരിച്ചു പോവുക. അന്ന് ആടിനെയും കൊണ്ടുപോയ വഴിയിലെല്ലാം എന്ത് ചെയ്തു? അതെങ്ങനെയാ പോന്നേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആദ്യം അവിടെ പോയി തുടങ്ങിയത്? അല്ലല്ല, എവിടുന്ന് അവസാനിച്ചതെന്ന് വെച്ചാൽ അവിടുന്ന് അങ്ങോട്ട് തിരിച്ചു പോകാൻ തുടങ്ങിയത്. അതിനെ തിരിച്ചു പ്രാപിക്കാനായിട്ട് അവർ ചെയ്യുന്ന കഠിനാധ്വാനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നു. ഈ സ്ത്രീ വിളക്ക് കത്തിച്ച്, എന്ന് പറഞ്ഞാൽ നേരം വെളുത്തിട്ട് നോക്കാമെന്നല്ല, രാത്രി ആയപ്പോഴും അവൾ എന്ത് ചെയ്യുക? ഇത് നമുക്കറിയാം, നമ്മളെയൊക്കെ ചില വേണ്ടപ്പെട്ട രേഖ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് പിന്നെ എഴുന്നേറ്റ് നോക്കും. അലമാരി വെച്ചിട്ടുണ്ടാവൂ, ബാഗ് വെച്ചിട്ടുണ്ടാവൂ. ഇവിടൊക്കെ നമ്മൾ ഒരിക്കൽ നോക്കിയതായിരിക്കും, പക്ഷെ പിന്നെയും നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് നോക്കും, വീണ്ടും ലൈറ്റിടും, നോക്കും. അത് തിരികെ പ്രാപിക്കാനായിട്ട് അവർ ചെയ്യുന്ന കഠിന പ്രയത്നങ്ങൾ. നമ്മളതൊക്കെ വായിച്ചങ്ങ് വിടത്തേ ഉള്ളൂ. നമ്മളതിനൊക്കെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ പഠിക്കാൻ പറ്റുന്ന പാഠങ്ങൾ അതിനകത്തുണ്ടെന്നറിയാമോ?
അത് കഴിഞ്ഞിട്ട് കാണുന്നത് അതിനോടുള്ള തിരികെ കിട്ടിയപ്പോൾ ഉള്ള പ്രതികരണം. അപ്പം അതിനകത്തെല്ലാം അപ്പം തനിക്കുണ്ടായിരുന്നതിനെ കുറിച്ചുള്ള ബോധ്യമുള്ള ഇടയൻ ഒരുപക്ഷെ അവൻ്റെ അഭിമാനമായിരിക്കും എനിക്ക് 100 ആടുണ്ടെന്ന് പറയുന്നത്. പക്ഷെ ഇന്നലെ ഞാൻ പറയാൻ നിർത്തിയില്ല എനിക്ക്. അപ്പോൾ തനിക്ക് എന്തുണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ബോധ്യം, അത് നഷ്ടപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ്, ബോധ്യം, തിരികെ പ്രാപിക്കണമെന്നുള്ള ബോധ്യം, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളതിന് ഈ ആടിന് പോയ അതാ ഈ അഭാവം പഠിച്ച ഓരോന്നിനും ഓരോ രീതി വേണം കണ്ടെത്താൻ. ആട് പോയ വിളക്ക് കത്തിച്ച് ചൂലും കൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. ആട് പോയ വിളക്കും കത്തിച്ച് ചൂലും കൊണ്ട് നടന്നിട്ട് യാതൊരു കാര്യമില്ല. ഓരോന്നിനും ഓരോ രീതിയുണ്ട് ഓരോന്നിനെ കണ്ടെത്താനായിട്ട്. അപ്പോൾ അതിനവരുണ്ടാക്കിയ സ്ട്രാറ്റജി എന്ന് പറയും. അത് എനിക്ക് തിരികെ പിടിക്കാനായിട്ട് അവരുണ്ടാക്കിയ പദ്ധതി. ഇത് എല്ലായിടത്തും നടക്കുന്നില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കൊറിയയിൽ ആത്മാക്കളുണ്ടായെന്ന് വിചാരിച്ച് ആ മെത്തേഡ് ഇവിടെ ഉണ്ടാക്കാൻ നോക്കാൻ പറ്റത്തില്ല. അത് കൊറിയയിലേ നടക്കത്തുള്ളൂ. കൊറിയ മുഴുവൻ പ്രാർത്ഥന മലയുണ്ടെന്നും പറഞ്ഞ് ഇവിടെ തൃശ്ശൂർ മുഴുവൻ നമ്മൾ മല വാങ്ങിച്ച് പ്രാർത്ഥന, ഒരു പരിപാടി നടക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഞാൻ വെസ്റ്റ് ബംഗാളിൽ ചെന്നപ്പോൾ അവിടുത്തെ പാസ്റ്റർമാർ പറഞ്ഞു, അവർക്കൊരു 20 ട്യൂഷൻ സെൻറ്റർ അവർ ആരംഭിച്ചിരിക്കുകയാണ് ഓരോ ഗ്രാമങ്ങളിലും. 20 ട്യൂഷൻ സെൻറ്റർ. ഓരോ ട്യൂഷൻ സെൻറ്ററിലും 30-35 പിള്ളേരുണ്ട്. അവർക്ക് എന്നും എന്തെങ്കിലും ഒരു ട്യൂഷൻ കഴിഞ്ഞ് പോകാൻ നേരത്തെ എന്തെങ്കിലും ഒരു സ്നാക്ക് വല്ലതും കൊടുക്കും. അവർ പറയുന്നത് 10 വർഷത്തിനകം ഈ 30 പിള്ളേരും സ്നാനപ്പെട്ട് നമ്മുടെ വിശ്വാസികൾ ആ രീതിയിലാണ് അവർ ഇപ്പോഴേ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. ആ രീതിയിലാണ് പോണേ. അവരുടെ പിള്ളേരുടെ അവരുടെ വീട് ഇതെല്ലാം ഇത്രയും വീടുകൾ വന്നിട്ടിരിക്കുക. എന്താ കാരണം? അവരൊരു സ്ട്രാറ്റജി തയ്യാറാക്കിയിരിക്കുകയാണ്. അവിടെ പാസ്റ്റേഴ്സിനെ മുഴുവൻ അവർ ട്യൂഷൻ സെൻറ്റേഴ്സ് തുടങ്ങാനായിട്ട് പ്രോത്സാഹിപ്പിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി ട്രെയിനിങ് കൊടുത്തിരിക്കുകയാണ്. അപ്പം അത് വെസ്റ്റ് ബംഗാളിൽ നടക്കും. അപ്പോൾ ഓരോന്നിൻ്റെ സ്ട്രാറ്റജി കണ്ടെത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അവസാനം ഇതിനെ കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ 3ലും കാണുന്ന ഒരു ഫാക്ടറുണ്ട്. ഇത്രയും ഗുണങ്ങൾ എല്ലാവരിലും കാണാം. നമ്മൾ ഈ പറഞ്ഞ കോമൺ ഫാക്ടേഴ്സ് ഇതിനകത്ത് എല്ലാം കാണാം. അവസാനത്തത് റിജോയ്സിങ് ഷെപ്പേർഡ്, സന്തോഷിക്കുന്ന ഒരു ഇടയൻ. റിജോയ്സിങ് വുമൺ, സന്തോഷിക്കുന്ന ഒരു സ്ത്രീ. റിജോയ്സിങ് ഫാദർ. വസ്തുത്തിൽ മുടിയനായ പുത്രൻ എന്നുള്ളതിനേക്കാൾ ഞാനാ ഇതിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. ഒരു പിതാവിൻ്റെ ഇതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. കർത്താവ് അതിലൂടെ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചത് മുഴുവൻ സ്വർഗസ്ഥനായ പിതാവ് എത്രമാത്രം കൺസേൺഡ് ആണെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ റീടൈറ്റിൽ ചെയ്യാൻ പോവാനെ. കാണാതായ ആടിന് നമ്മൾ കൊടുത്തു റിജോയ്സിങ് ഷെപ്പേർഡ്, സന്തോഷിക്കുന്ന ഒരു ഇടയൻ. അവസാനം കർത്താവിൽ പറയാം, ഇങ്ങനെ സ്വർഗത്തിൽ ദൂതന്മാരുടെ മധ്യേ എന്ത് ചെയ്യും? സന്തോഷം ഉണ്ടാകുമെന്നാണ് അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചേ. സന്തോഷിക്കുന്ന ഒരു സ്ത്രീ, സന്തോഷിക്കുന്ന ഒരു പിതാവ്. ടൈറ്റിൽ കംപ്ലീറ്റ് മാറി. ടൈറ്റിൽ മാറുന്നതനുസരിച്ച് നമ്മുടെ മെസ്സേജ് മാറും. അല്ലെങ്കിൽ മുടിയനായ പുത്രൻ വെള്ളം അടിച്ച് കിടന്നതേ നമുക്ക് പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും അതിനെക്കുറിച്ച് അധികം പറയാനുള്ളത്. അപ്പോൾ അധ്യായ പഠനത്തിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാമോ? തലക്കെട്ട് നമ്മൾ എന്താ കൊടുക്കുക എന്നുള്ളതാണ്. ആ തലക്കെട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മളതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇനി ഇത് 3 നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും അതിനെ വീണ്ടെടുക്കാൻ കഴിയുന്നുള്ള ഒരു കോമൺ തിയറിയാണ് ഇതിനകത്ത് കാണുന്നത്. ഒരു കോമൺ ആശയമാണ് കാണുന്നത്. ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും നിനക്കത് എന്ത് ചെയ്യാൻ പറ്റും? തിരികെ പ്രാപിക്കാൻ കഴിയും. അതിന് നീ തയ്യാറാണെങ്കിൽ. ആര് തയ്യാറാണെങ്കിൽ? നമ്മൾ തയ്യാറാണെങ്കിൽ നഷ്ടപ്പെട്ട ആടിനെ നമുക്ക് തിരികെ പിടിക്കാം, നഷ്ടപ്പെട്ട പണം നമുക്ക് തിരികെ പിടിക്കാം, നഷ്ടപ്പെട്ട ബന്ധങ്ങളെ നമുക്ക് തിരികെ പിടിക്കാം, ആളുകളെ നമുക്ക് തിരികെ പിടിക്കാം. 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുക.
നഷ്ടപ്പെട്ട എന്തും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, തിരികെ പിടി. അതിനാ കർത്താവ് ഈ 3 ഉപമ കൊണ്ട് തന്നെ. നഷ്ടപ്പെട്ട എന്തും, ബന്ധങ്ങൾ, കുടുംബങ്ങൾ, മാനുഷികമായ രീതിയിൽ. 2, നമ്മുടെ ധനത്തിൻ്റെ ദാറ്റ്സ് അവർ ട്രഷർ, നമ്മുടെ നിധിയായിരിക്കുന്നത്. മറ്റേത് നമ്മുടെ വരുമാന മാർഗമാണ്. ആണ് നമ്മുടെ ഡേ ടു ഡേ വരുമാന മാർഗമാണ്. മറ്റേത് നമ്മുടെ നിധിയാണ്, ട്രഷറാണ്. അപ്പം നഷ്ടപ്പെട്ട എന്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരികെ പ്രാപിക്കാൻ കഴിയും എന്നാണ് ഈ 3 ഉപമകളിലൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നത് നമ്മളെ. അപ്പോൾ പിന്നെ എന്തിനാ നമ്മൾ പേടിക്കാൻ പോകുന്നത്? ഞാൻ ഇന്ന് രാവിലെ ഒരാളോട് പറഞ്ഞത്, നിൻ്റെ ആരോഗ്യം നിനക്ക് തിരികെ പ്രാപിക്കാൻ പറ്റും. നീ ഇത്രയധികം ഈ 36 ഗുളികയൊന്നും ഒരു ദിവസം കഴിക്കേണ്ടി വരില്ല. ഞാൻ അതിന് മാർഗം പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാണെങ്കിൽ നിൻ്റെ 36 ഗുളിക ഞാൻ 3 മാസം കൊണ്ട് മാറ്റിത്തരാമെന്ന് പറഞ്ഞു. എന്നാ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ പറയില്ല, നീ ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമേ പറയുള്ളൂ. വെറുതെ എൻ്റെ സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 6 മാസം കൊണ്ട് നിന്നെ ഞാൻ നോർമലാക്കാം. പറ്റും എന്നുള്ളത് വലിയത് മുഴുവനും പറ്റും. ഏതൊരു വ്യക്തിക്കും പറ്റും. വില കൊടുക്കാൻ തയ്യാറാവണം, അന്വേഷിച്ച് പോകാൻ തയ്യാറാവണം, വിളക്ക് കത്തിച്ച് ചൂലെടുക്കാൻ തയ്യാറാവണം. കയ്യിൽ പറ്റും. അപ്പോൾ ഈ അധ്യായത്തിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നതിനാണ് ക്യാപ്ഷൻ, അതിന് തലക്കെട്ട് എപ്പോഴും ഇടുക എന്നുള്ളത് നമ്മളതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മളതിനെ എങ്ങനെ കാണുന്നു, അത് ഏതൊരു വിഷയത്തോടുള്ള ബന്ധത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ഏത് വിഷയത്തെയും either it is a trouble or it is a stepping stone. ഒന്നുകിൽ അത് നിനക്കൊരു ട്രബിളായിട്ട് തോന്നും, അല്ലെങ്കിൽ നിനക്കത് ഒരു പരിഹാരം കണ്ടെത്താനുള്ളൊരു ചാലഞ്ചായിട്ട് മാറും. ഇതിൻ്റെ മറുപടി കണ്ടെത്തിയേ പറ്റൂ. അപ്പോൾ ആദ്യം തലക്കെട്ടിട്ടു. 2 വായിച്ചു നോക്കി നമ്മൾ. വാട്ട് ഈസ് ദ കണ്ടന്റ്? എന്ന് പറഞ്ഞാൽ എന്തുവാ? ഉള്ളടക്കം. എന്തുവാ ഈ ഭാഗത്ത് ഇത് ഈ അധ്യായത്തിൻ്റെ ഉള്ളടക്കം എന്തുവാ? അത് നമുക്ക് ഒറ്റ രീതിയിൽ പറയാൻ കഴിയണം. എന്തുവാ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്? ഒറ്റ വാചകത്തിൽ അല്ലെങ്കിൽ ഒരു ഒറ്റ ശ്വാസത്തിൽ നമുക്ക് പറയാൻ കഴിയണം. ഇതിൻ്റെ ഉള്ളടക്കം, ഈ അധ്യായത്തിൻ്റെ പ്രധാന പ്രതിപാദ്യം എന്തുവാണ്? ഇതിൻ്റെ ഉള്ളടക്കം നമ്മൾ കണ്ടു. ആ 3 ഉപമകളും കൂടെ വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ ഉള്ളടക്കം എന്തുവാ. കാണാതെ പോയതിനെ കണ്ടെത്തേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ആട് കാണാതെ പോയാൽ എന്തോ ചെയ്യണം? ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോട്ടോ. ആടും ദ്രമ്യയും ഇടയൻ അന്വേഷിച്ച് പോയി, സ്ത്രീ അന്വേഷിച്ച് പോയി. മോനെ കാണാതെ പോയപ്പോൾ അപ്പ അന്വേഷിച്ച് പോയൊന്നുമില്ല. വെയിറ്റ് ചെയ്തത്. കാരണം അന്വേഷിച്ച് പോയാൽ അവൻ വീണ്ടും വഷളാവത്തേ ഉള്ളൂ. ഈ വെയിറ്റഡ്. മറ്റേ 2 ആടിനെ അന്വേഷിച്ച് പോയത്, ദ്രമ്യ അന്വേഷിച്ച് പോയത്. ഇവനെ അന്വേഷിച്ചൊന്നും പോയില്ല. അവൻ എന്ന് സുബോധം വരുന്ന അവൻ വന്ന് മടങ്ങി വരട്ടെന്ന് വിചാരിച്ച് പിതാവോളം കാത്തിരുന്നു. ഇല്ലെങ്കിൽ അവൻ വീണ്ടും വന്ന് തലേ കയറി. ഞാൻ ചിലപ്പോൾ നാട് വിട്ട് പോയ പിള്ളേരെ അന്വേഷിച്ച് പോരെന്ന് പറയും. പോയാവും പിന്നെയും അപ്പം അടുത്ത പ്രാവശ്യം ഇതിനൊക്കെ മണ്ടത്തരം കാണിച്ചു. കാരണം അവനറിയാം എത്ര ആയാലും വീട്ടിൽ നിന്ന് ആളുകൾ വന്ന് തന്നെ എന്ത് ചെയ്യും, വിളിച്ചോണ്ടിരുന്നത്. വീട്ടിൽ നിന്ന് ആളുകൾ വന്ന് തന്നെ പിടിച്ചോണ്ടിരും. നീ കറങ്ങിയിട്ടൊന്ന് വാ, 5 പൈസ അയച്ചു കൊടുക്കരുതെന്ന് പറയും. ഇവിടെ നാട് വിട്ട് പോയിട്ട് ഡൽഹിയിൽ എവിടെ കണ്ട് കിടന്ന് വീട്ടിൽ നിന്ന് കുറേ കാശ് അടിച്ചോണ്ട് പോയതാ. ഡൽഹിയിൽ കിടന്നിട്ട് എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ വീട്ടിലോട്ട് വിളിച്ചു. എനിക്കൊരു 1000 രൂപ അയച്ചു തരണം, നാട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, പക്ഷേ ഞാൻ കൊടുക്കരുതെന്ന് പറഞ്ഞു. അവിടെ പണിയെടുത്ത് കാശുണ്ടാക്കിയിട്ട് വരട്ടെന്ന് പറഞ്ഞു.
അവിടെ പണിയെടുത്തിട്ട് കാശുണ്ടാക്കി വരട്ടെ, അല്ലെ കള്ളവണ്ടി കണ്ടു വരട്ടെ, കൊടുക്കുന്നു, പൈസ വെച്ച് കൊടുക്കുന്നു പറഞ്ഞു. എന്തായാലും ഇവർ കൊടുത്തില്ല. ആള് 3-ൻ്റെ അന്ന് ഇവിടെ എത്തിട്ടോ, 3-ൻ്റെ അന്ന് അവിടെ എത്തി. അയച്ചു കൊടുത്തായിരുന്നെങ്കിൽ ഉറപ്പാണ് ഇവൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും, അടുത്ത കാശും കൊണ്ട് ഇവൻ നാട് വിട്ടു പോകും. പിന്നെ അവിടെ ചെന്ന് പിന്നെയും വിളിക്കും, എന്തുവാ എനിക്ക് നാട്ടിൽ വരണം, കുറച്ച് പൈസ അയച്ചാലാ പറയും. ചെയ്യരുത്. അപ്പനും വെയിറ്റ് ചെയ്തു പോകും. ഇതിനിടയ്ക്ക് ഞാൻ പൂർണ്ണമായിട്ടും ചെയ്തു. അപ്പനൊക്കെ ന്യൂസൊക്കെ കിട്ടി കാണും, കാരണം ചേട്ടൻ അറിഞ്ഞില്ലയോ. ചിലത് അപ്പന്മാരറിയാത്ത പോലും ചേട്ടന്മാരറിയാം കേട്ടോ. അത് വളരെ രസമാണ്. നമ്മളറിയാൻ വൈകും. അത് ഒരു ദൂതാ പറയുന്നത്. സഭയുടെ നേതൃത്വത്തിലിരിക്കുന്ന നമ്മളറിയാൻ പലപ്പോഴും വൈകും. പക്ഷെ വിശ്വാസി എല്ലാവരും ഈ കാര്യം എന്ത് ചെയ്തു തരും, ആരാരെ പ്രേമിക്കുന്നൊന്നും ആരുമായിട്ടില്ല, അതിനകത്തൊക്കെ വിശ്വാസികൾക്ക് അറിയാം. പക്ഷെ പാസ്റ്റർ അറിയുന്നത് ഏറ്റവും അവസാനമായിരിക്കും. ഏറ്റവും അവസാനമാണ് പാസ്റ്റർ അറിയുന്നത്. വിശ്വാസികളുടെ ഇടയിൽ ഇത് മുഴുവൻ പാട്ടാ. ഏത് ഇന്നാരും ലൈനാന്നും ഒക്കെ ആരറിഞ്ഞിട്ടില്ല ഇതുവരെ. എന്നിട്ട് അറിയാവുന്ന ചില വിശ്വാസികളുടെ വ്യാഖ്യാനം എങ്ങനെയാണെന്നറിയാമോ? പാസ്റ്റർ ഇതിന് ഒത്താശയാ, അതുകൊണ്ടാ പാസ്റ്റർ ഒന്നും മിണ്ടാത്ത. പാസ്റ്റർ അറിഞ്ഞിട്ട് പോലും ഇല്ല വിഷയം. തെളിവ് ചേട്ടൻ പറഞ്ഞല്ലോ, ഇവൻ വേശുമാരോടും എവിടെയൊക്കെ തിന്ന് എന്ത് ചെയ്തേ, ഇവൻ്റെ ഇതെല്ലാം നിലനിൽക്കിയിട്ട് ഇവനാണോ ഇത്ര വലിയ റിസപ്ഷൻ എടുക്കുന്നത്? ഒരു കാര്യം എപ്പോഴും ഓർത്തോ, നമ്മൾ അറിയുന്നതിനേക്കാൾ, അപ്പനും അമ്മയും അറിയുന്നതിനേക്കാൾ മുമ്പ് പലതും നാട്ടിൽ പാട്ടാണേ എന്ന് ഓർത്തോണം. നമ്മൾ അറിഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ. ചേട്ടൻ കേട്ടതൊക്കെ ശരിയാ, അളിയൻ കേട്ടതൊക്കെ ശരിയാ, അമ്മാച്ചൻ കേട്ടതും ശരിയാ, പക്ഷെ നമ്മൾ അറിഞ്ഞില്ലെന്നേ ഉള്ളൂന്നാ. അന്വേഷിച്ച് പോയോ? നീ അനുഭവിച്ചു വാ മോനെ. ചിലരൊക്കെ വാങ്ങി വിട്ടുകൊടുക്കുക. അന്വേഷിച്ച് പോലും പോണ്ട. കാരണം ഇത്രയും കൊല്ലം അപ്പൻ്റെ കൂടെ അപ്പനെ അനുഭവിച്ച് ആ ചൊവ്വയെ അറിയാവുന്നതാണല്ലോ. അറിഞ്ഞൂടെ? സുഖമായിട്ടറിയാം. അവിടെ നിന്ന് പറയണ്ട, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്രയോ കൂലിക്കാരിൽ നിന്ന് വീട്ടിലെ സാഗരത്തെക്കുറിച്ച് നന്നായി അറിഞ്ഞവനാ ഇവന്. ഇനിയിപ്പോൾ അതിന് നീ ക്ഷമയും ചോദിച്ച് അവനെയൊന്നും തിരിച്ചു കൊണ്ടുവരാൻ പോണ്ട. എന്ന് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തെന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നു, അന്ന് കെട്ടിപ്പിടിച്ചൊരു അങ്കി ഇട്ട് കൊടുത്ത് സ്വീകരിച്ചു. ഒരു കുഴപ്പമില്ല. ഈയിടെ ചിന്തിച്ചിരിക്കുകയായിരുന്നു, കുറച്ച് പൊന്നാട ഇവിടെ വാങ്ങിച്ചു വയ്ക്കണമെന്ന്. ചിലരൊക്കെ തിരിച്ചു വരുമ്പോൾ ഒന്ന് പൊന്നാട അന്വേഷിച്ച് അവരെ സ്വീകരിക്കാനായിട്ട്. സുബോധം വെച്ചു വരട്ടെ, പോയി തിന്നിട്ടുന്നേ വാളവരെ കുറച്ചാൾ പന്നിയുടെ കൂടെ ഒക്കെ കിടക്കട്ടെ, കയ്യിലുള്ളതൊക്കെ പോട്ടെന്നേ. നീ അതിന് മുമ്പ് എടുത്ത് ചാടാനൊന്നും പോണ്ട, മുമ്പ് സഹതാപം ഒന്നും കാണിക്കാൻ പോണ്ട. വരാതെ എവിടെ പോവാനാ? വന്നിരിക്കും. കണ്ടന്റ് എന്തുവാ ഇതിനകത്ത് എല്ലാം ഉള്ള കണ്ടന്റ് നോക്കി നമ്മൾ. 3 കണ്ടന്റ് കഴിഞ്ഞാൽ അടുത്ത് നമുക്കിനി ശ്രദ്ധിക്കേണ്ടത് എന്നാ? പ്രധാന 3 ചീഫ് പീപ്പിൾ. പ്രധാന വ്യക്തികൾ ആരൊക്കെയാണ്? ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? ആദ്യത്തെ ഉപമയിലെ പ്രധാനപ്പെട്ട വ്യക്തി ഇടയനും ആടും. രണ്ടാമത്തേല് പ്രധാനപ്പെട്ട സ്ത്രീയും കാണാതിരമ്മയും. മൂന്നാമത്തേല് 3 വ്യക്തികളുണ്ട്. മൂന്നാമത്തേല് അപ്പൻ, മൂത്തമോൻ, ഇളയമോൻ. ഇനി അവിടുന്ന് ഒരു ചെറിയൊരു ഇതും പറയാം. ഈ മൂത്തമോൻ ഇത്രയൊന്നും ജാട കാണിക്കില്ലായിരുന്നു. അപ്പനൊന്നും അവനെ ഒന്ന് നേരത്തെ ഒന്ന് സോപ്പിട്ട് ശരിയാക്കി വെച്ചാൽ, എടാ അവൻ വരുന്നെങ്കിൽ നീ എന്ത് ചെയ്യരുത്. ഈ ചില സഭയിലെ മൂത്ത സഹോദരന്മാരെ കൊണ്ടാ സഹിക്കാൻ മേലാത്ത. അവരെ എന്ത് ചെയ്തോണം? സോപ്പിട്ട് നിർത്തിക്കോണം. അവരെ പിണക്കിയാൽ പിണക്കിയവൻ സീനുണ്ടാക്കും. അവിടെ പിണക്കിയവൻ എന്ത് ചെയ്യും? ഭയങ്കര സീനുണ്ടാക്കും. അപ്പോൾ അവനോട് പറഞ്ഞോളൂടാ,
എന്തെങ്കിലും നമ്മുടെ അനിയൻ നിൻ്റെ സഹോദരൻ മറങ്ങി വരും, അന്ന് നീ വലിയതൊന്നും എന്ത് ചെയ്യാൻ നിൽക്കണ്ട, വിഷയമൊന്നും ഉണ്ടാക്കണ്ട. എനിക്കറിയാം നിനക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന്, കുടുംബത്തിന് നാണക്കേടൊക്കെ ഉണ്ടാക്കിയവനാ, എന്നാലും നമ്മുടെ തന്നെ അല്ലേ, കളയാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് അപ്പൻ അവനെ ഒന്ന് സോപ്പ് ഇട്ടായിരുന്നെങ്കിൽ അവൻ അത്ര വലിയ സീനൊന്നും ഉണ്ടാക്കില്ല. പോട്ടെ, പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ് ഈ അധ്യായത്തിലെ എല്ലാ അധ്യായവും വായിക്കുമ്പോൾ നോക്കിക്കോളോ, ഇതിലെ പ്രധാന വ്യക്തികൾ ആരൊക്കെയാണ്? 4, ചോയ്സ് വേർഡ്സ്. എന്ന് പറഞ്ഞാൽ പ്രധാന വാക്യം എന്തുവാ? ഈ അധ്യായത്തിലെ പ്രധാന വാക്യം ഏതാ? ഈ 3 ഉപമകളിലെയും പ്രധാന വാക്യം ഏതായിരിക്കും? ഞാൻ അവിടെ തന്നെ നിൽക്കുന്നതിൻ്റെ കാര്യം നമുക്ക് അതിനെ മാത്രം ചിന്തിക്കാൻ. ഈ 3 ഉപമകളിലെയും പ്രധാന വാക്യം ഏതാ? വാക്യം, വാക്കല്ല. എന്തിനാ ഈ 3 ഉപമകളും കർത്താവ് പറഞ്ഞേ? അതിൻ്റെയും താഴത്തെയാ. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി ദൈവദൂതന്മാരുടെ മധ്യേ അധികം, ദാറ്റ്സ് ദ ചീഫ് തിങ്. അതാണ് അതിലത്തെ ഏറ്റവും. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗം സന്തോഷിക്കുന്നു. അത് കാണിക്കാൻ വേണ്ടിയാ കർത്താവ് ഈ 3 ഉപമകളും കൂടെ കൊണ്ടുവന്നേ. അപ്പോൾ അതിലെ പ്രധാന വാക്യം ഏതാണെന്ന് കണ്ടുപിടിക്കണം. വാക്യമാണ്, വ്യാക്യമല്ല. പ്രധാന വാക്യം എന്തുവാ? 4 കാര്യങ്ങളായി. 1, നമ്മളൊരു തലക്കെട്ട് കൊടുത്തു, ഉള്ളടക്കം എന്തുവാന്ന് മനസ്സിലായി, അതിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ ആരാന്ന് നോക്കി, ഇതിലെ പ്രധാനപ്പെട്ട വാക്യം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. 5, പ്രധാന വാക്കുകൾ ഏതാ? ക്രൂഷ്യൽ വേർഡ്സ്. ഇതിനകത്ത് പ്രധാന വാക്ക്, പ്രധാന വാക്ക് ഏതാ? അത് ഏതൊരു കാര്യമാണോ നമ്മളതിൽ നിന്ന് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത് അതനുസരിച്ചായിരിക്കും നമുക്ക് അതിലത്തെ പ്രധാന വാക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കണ്ടെത്താൻ പോകുന്നത്. ഈ 3നും നമുക്ക് പ്രധാനപ്പെട്ട ഒരു വാക്കായിട്ട് കാണാൻ പോകുന്നത് എന്തുവാ? കാണാതെ പോയി എന്നുള്ളതാണ്. കാണാതെ പോയതാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രസംഗം മുഴുവൻ ഏതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? കാണാതെ പോയ ഒരു വ്യക്തിയുടെ ദുരവസ്ഥ എന്തായിരിക്കും എന്നുള്ളതായിരിക്കും നമ്മൾ പിക്ചർ ചെയ്യാൻ കാണിക്കാൻ പോകുന്നത്. പറഞ്ഞു മനസ്സിലായി നിങ്ങൾക്ക്? കാണാതെ പോയി എന്നുള്ളതാണ് നമ്മുടെ ആ വാക്കിനെയാണ് നമ്മൾ പ്രധാനമായിട്ട് എടുക്കുന്നത് വെച്ചാൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മുഴുവനും കാണാതെ പോയ ഒരു വ്യക്തിയുടെ, ഒരു ആടിൻ്റെ, ഒരു ദ്രഹ്മയുടെ, ഒരു പുത്രൻ്റെ ദുരവസ്ഥ എന്തായിരിക്കും. കാണാതെ പോയൊരാട് ഇസ് ഇൻ ഡേഞ്ചർ. അത് ഒരു വലിയ ആപൽ ഘട്ടത്തിലാണ്. ക്ഷുദ്രജീവികളാൽ നശിപ്പിക്കാം, എന്തും സംഭവിക്കാം. ഇസ് ഇൻ ഗ്രേറ്റ് ജപ്പടി. അവൻ്റെ ജീവിതം വളരെ ഇതാണ്. മുടിയനായ പുത്രൻ്റെ അത് തന്നെയാണ്. അവന് കൂട്ടുകാരെ നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, ജോലി ഒന്നുമില്ലാത്ത അവസ്ഥ. കാണാതെ പോയ ഒരുതിൻ്റെ ദുരവസ്ഥയാണ് കാണാതെ പോയത് എന്നുള്ളതാണ് നമ്മൾ സൂചിപ്പിക്കുന്നതെങ്കിൽ. ഇനി വേണം, ദ്രഹ്മ എന്ന് പറയുന്നത് ഒരു കോയിനാണ്. അത് ഈ യഹൂദ സ്ത്രീകൾ അവരുടെ നെറ്റിമേൽ കെട്ടുന്ന ഒരു പട്ടയിൽ ഉള്ളിരിക്കുന്ന 10 ആണ്. മെയിൻലി അത് അവർ മാരേജിനും അങ്ങനെയുള്ള ഫങ്ഷൻസിനായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുക. അതിനൊരു ഒരു ഒരു പ്രത്യേക സീക്വൻസ് ഉണ്ട്.
ഒരു പ്രത്യേക രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് സാധാരണ യഹൂദ പിള്ളേരുടെ കൊടുക്കുന്ന പൈസ കൊണ്ട് അവരതാ ശേഖരിച്ച് വെക്കുക. അതവരുടെ മാരേജിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, ഇനി രണ്ടാമതാ പറയുന്ന വേണമെങ്കിൽ ഒരു പദം എന്തുവാ? അന്വേഷിക്കുന്ന, അല്ലേ? മൂന്നും അന്വേഷിക്കുക, അല്ലേ? അതാണ് കണ്ടെത്തുന്നതെങ്കിൽ അതിനെയായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അന്വേഷണത്തിൽ എന്തെല്ലാം നമ്മൾ ഉൾപ്പെടുത്തുന്നത്? കണ്ടുകിട്ടുക എന്നുള്ള ആ പദം ഉപയോഗിക്കുന്നത് വെച്ചാൽ അതായിരിക്കും. അപ്പോൾ ഏതിനെയാണോ നമ്മൾ ഒരു പ്രധാന വാക്കായിട്ട്, അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ഫീൽ ചെയ്യുന്നത്. അതനുസരിച്ചായിരിക്കും അവരത് മെസ്സേജ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ അഞ്ചാമത് നോക്കേണ്ടത് ഇതിനകത്തെ ക്രൂഷ്യൽ പദം ഏതാ? ഈ മൂന്നിലും ഒരുപോലെ ആവർത്തിച്ച് വന്നിരിക്കുന്ന പദം ഏതാ? കാണാതെ പോയി എന്നൊരു പദമുണ്ട്. അന്വേഷിക്കുക എന്നൊരു പദം അവിടെ കാണുന്നുണ്ട്. ഇടയൻ അന്വേഷിക്കുന്നു, സ്ത്രീ അന്വേഷിക്കുന്നു. മൂന്നാമത്തത് കണ്ടുകിട്ടിയാൽ എന്നൊരു പദം മൂന്നിടത്തും കാണുന്നുണ്ട്. 4 സന്തോഷിക്കുന്നു എന്നൊരു പദം കാണുന്നുണ്ട്. ആരൊക്കെ അവിടെ സന്തോഷിക്കുന്നു? ഇടയൻ സന്തോഷിക്കുന്നു, ആട് സന്തോഷിക്കുന്നു, സ്നേഹിതന്മാരെ, അയൽക്കാരെ എല്ലാവരെയും വിളിച്ച് എന്ത് ചെയ്യുന്നു? സന്തോഷിക്കുന്നു, അല്ലേ? അപ്പം അതൊരു വലിയ, അപ്പം ഇതിൽ ഏതാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഞാൻ ഏതിനെയാണ് ഫോക്കസ് ചെയ്യാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നോക്കിയായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്? ആ ക്രൂഷ്യൽ വേർഡ് കണ്ടുപിടിക്കുന്നത്. ആറാമത്തത് ക്രോസ് റെഫറൻസ് എന്ന് പറയും. 6 ക്രോസ് റെഫറൻസ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഒത്തുവാക്യം. ഇതിന് തത്തുല്യമായി വേറെ എവിടെങ്കിലും ഈ കാര്യങ്ങൾ പറയപ്പെട്ടിട്ടുണ്ടോ? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഭാഗത്തെക്കുറിച്ച് തത്തുല്യമായി വേറെ ഏതെങ്കിലും സുവിശേഷങ്ങളിൽ, വേറെ ഏതെങ്കിലും ഭാഗങ്ങളിലുണ്ടോ എന്നും കൂടെ ഞാൻ എന്ത് ചെയ്യണം? നോക്കണം. ഉദാഹരണം, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മളൊരു കാര്യം വായിക്കുന്നെങ്കിൽ ഇത് മത്തായി ഇതിനെക്കുറിച്ച് എന്താ പറഞ്ഞേക്കുന്നത്? മർക്കോസിൽ എങ്ങനെയാണ്? യോഹന്നാനിൽ എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? ക്രോസ് റെഫറൻസസ് നോക്കണം. ചിലപ്പോൾ ചില കാര്യങ്ങൾ ഒരാൾ വിട്ടുപോയത് മറ്റേ ആൾ കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, കുറച്ചുകൂടെ വിശദീകരണം തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് ഉള്ള ക്രോസ് റെഫറൻസ് എവിടെയാണ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇതെന്തിനാ? ഇത് ഒരു അധ്യായത്തെ പ്രസംഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ? അല്ലെങ്കിൽ പറയും പാസ്റ്റർ മത്തായി സുവിശേഷത്തിൽ അങ്ങനെ അല്ലല്ലോ പറഞ്ഞേക്കുന്നത്, ലൂക്കോസിൽ ഇങ്ങനെയാണല്ലോ പറഞ്ഞേക്കുന്നത്. അപ്പോഴേ ലൂക്കോസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വിചാരിച്ചത് മത്തായി മാത്രമേ പറഞ്ഞുള്ളൂ എന്നാ. അത് നേരത്തെ പഠിക്കാഞ്ഞോണ്ടാ. അപ്പോൾ ഇത് മത്തായി പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ ലൂക്കോസ് എങ്ങനെയാ പ്രതിപാദിച്ചിരിക്കുന്നതെന്നും കൂടെ നോക്കണം. യോഹന്നാനിലുണ്ടോ നോക്കണം. ഈ സുവിശേഷകന്മാരൊക്കെ എങ്ങനെ പറഞ്ഞേക്കുന്നത് നോക്കണം. അപ്പോൾ ക്രോസ് റെഫറൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. 7 ചാലഞ്ച്. എന്തെങ്കിലും ചാലഞ്ചസ്, വെല്ലുവിളികൾ. ഈ ഭാഗത്ത് നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ആചാരത്തെ, നമ്മുടെ ജീവിതത്തെ വെല്ലുവിളിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ടോ? അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ അധ്യായത്തിൽ നമ്മുടെ ജീവിതത്തിന് വെല്ലുവിളിയായി നിൽക്കുന്ന, നമ്മുടെ വിശ്വാസത്തിന് വെല്ലുവിളിയായി നിൽക്കുന്ന, നമ്മുടെ ആചാരങ്ങൾക്ക് വെല്ലുവിളിയായി നിൽക്കുന്ന എന്തെങ്കിലും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടോ? പറയപ്പെട്ടിട്ടുണ്ടോ? കാരണം ഉണ്ടെങ്കിൽ നമ്മളതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ നമ്മൾ ആചരിച്ചു വരുന്നൊരു കാര്യം ഉണ്ടായിരിക്കും, നമ്മൾ വിശ്വസിച്ചു വരുന്നൊരു കാര്യം ഉണ്ടായിരിക്കും, നമ്മുടെ സമൂഹം ആചരിച്ചു വരുന്നൊരു കാര്യം ഉണ്ടായിരിക്കും. അതിന് വെല്ലുവിളിയായിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്? ഇതിലൊരു കാര്യം
പറഞ്ഞേക്കുന്നേ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്? അത് വേണമെങ്കിൽ രണ്ട് രീതിയിൽ ഡീൽ ചെയ്യാം. ബൈബിൾ അങ്ങനെയൊക്കെ പറയും, നമ്മളിങ്ങനെ ചെയ്യാൻ പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ബൈബിൾ അങ്ങനെയൊക്കെ പലതും പറയും, പക്ഷെ നമ്മളിതാ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞാൽ നീ അടുത്ത വാക്യം കൊണ്ടുവരുമ്പം ആ പുള്ളി അത് തന്നെ മറുപടി പറയും, ബൈബിൾ അങ്ങനെയൊക്കെ പറയും, ഞാനിങ്ങനെ ജീവിക്കത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? ബൈബിളിൽ പറയപ്പെട്ടിരിക്കുന്ന ഒരു സത്യവും നമ്മൾ ആചരിച്ചു വരുന്ന ആ ഒരു ആചാരവും തമ്മിൽ, നമ്മുടെ കീഴ്വഴക്കവും തമ്മിൽ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? കോൺട്രഡിക്റ്റ് ചെയ്യാതെ, എന്ന് പറഞ്ഞാൽ തമ്മിൽ എതിർക്കാതെ നമുക്ക് എങ്ങനെ കൊണ്ടുപോകാനായിട്ട് പറ്റും? ചിന്തിക്കണം. 8 എട്ടാമത്തെ എന്തുവാന്ന് നോക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ക്രിസ്തുവിനെ കുറിച്ച് എന്തെങ്കിലും ഈ ഭാഗത്ത് പ്രതിപാദിച്ചിട്ടുണ്ടോ? എനിത്തിങ് അബൌട്ട് ക്രൈസ്റ്റ്. ഈ അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്തെങ്കിലും പ്രതിപാദിച്ചിട്ടുണ്ടോ? യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്തെങ്കിലും ഈ ഭാഗത്ത് പറയുന്നുണ്ടോ? അത് നമ്മൾ ചിന്തിച്ചേ പറ്റൂ. ചിലയിടത്തൊന്നും ഉണ്ടാവില്ല. ഉദാഹരണം, യാഗങ്ങളെക്കുറിച്ചൊക്കെ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, പക്ഷെ അതെല്ലാം വരുവാനുള്ളതിൻ്റെ നിഴലായിരുന്നു എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം എല്ലാ യാഗങ്ങളും ഏതിനെ സൂചിപ്പിക്കുന്നു? ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതാ. അപ്പോൾ ഈ യാഗത്തിൽ അല്ലെങ്കിൽ ഈ പെരുന്നാളുകൾ അതിന് നിഴലായിരുന്നു. മഹാപുരോഹിതൻ വരുവാനുള്ളതിന് നിഴല്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ഇതിൽ നമ്മൾ എന്തുവാണ്, ക്രിസ്തുവിൻ്റെ എന്താണ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള ഏതാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഉദാഹരണം, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ സ്നാപകന് യേശുവിനെ വിളിച്ച് പറയുമ്പോൾ പുള്ളിക്ക് 4 കാലും 1 വാലും ഉണ്ടായിരുന്നു എന്നല്ല അർത്ഥം. അവർക്കത് മനസ്സിലായി ഇത് എന്തുവാന്നുള്ളത്. നമ്മുടെ നാട്ടിൽ തന്നെ അവൻ്റെ വാലെ കെട്ടാൻ നിന്നെ കൊള്ളില്ലെന്ന് പറയാറില്ലേ? കേട്ടിട്ടുണ്ടോ? എൻ്റെ അടുത്ത് അവന് വാലുണ്ടെന്നാണോ? അത് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നല്ലോ അവന് വാലുണ്ടെന്ന്. അതല്ല, അതൊരു ശൈലിയാ. അപ്പം ഇതിലേതാണ് ക്രിസ്തുവിനെ? അവിടെ യാഗമൃഗം എന്നുള്ള ഒറ്റ അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത്? ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന്. അപ്പോൾ ഉടനെ യഹൂദൻ്റെ മനസ്സിൽ ഓർമ്മ വന്നേക്കുന്ന ഏതാ? മഹാപാപ പരിഹാര ദിവസം ഒരാടിൻ്റെ തലയിൽ മഹാപുരോഹിതൻ തൻ്റെ കൈവച്ചിട്ട് ഇസ്രയേലിൻ്റെ പാപം മുഴുവൻ അതിനെ ചുമർത്തിയിട്ട് അതിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞു വിടുക. അന്നേരം പുരോഹിതൻ വിളിച്ചു പറയും, ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ് ദാറ്റ് ടേക്സ് അവേ ദ സിൻ. ഇസ്രയേലിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇത് പറഞ്ഞ ഉടനെ യോഹന്നാന് മനസ്സിലായി. ഉദാഹരണം, നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് ഇവിടുത്തെ കോണ്ടാക്ട് നമ്മുടെ കൾച്ചറിലുള്ളവന് അല്ലേ, വല്ലപ്പോഴും മാത്രം ക്ലാസ്സിൽ വരുന്നവരെ വിളിക്കുന്നൊരു കാര്യം ഉണ്ടായിരുന്നു ഞങ്ങളുടെ സ്കൂളിലൊക്കെ. ഇന്ന് മഹാബലി വന്നിട്ടുണ്ടെന്ന് പറയും, മാവേലി വന്നിട്ടുണ്ടെന്ന് പറയും. കാര്യം എന്നാ, എന്നും വരാത്ത ആളാ. പുള്ളി വരുന്നതിനൊന്നും എല്ലാവർക്കും ഒരു സന്തോഷം അവനെ കളിയാക്കാനായിട്ട്. അത് നമ്മുടെ കോണ്ടാക്ട് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പം കുറേ ജൂയിഷ് കോൺസെപ്റ്റ്, യഹൂദ ആശയങ്ങൾ ബൈബിളിനകത്ത് വന്നിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായല്ലോ, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞപ്പം എല്ലാവർക്കും മനസ്സിലായത് എന്തുവാന്ന്.
അപ്പം ഈ പരാമർശിക്കപ്പെട്ടിരിക്കുന്നതിൽ ക്രിസ്തുവിനെ പരാമർശിക്കുന്നതായി എന്തെങ്കിലും ഇതിനകത്ത് ഉണ്ടോ? മന്ന ക്രിസ്തുവിനെ തേടില്ലാന്ന് പറഞ്ഞ സ്വർഗത്തിൽ ഇറങ്ങി വന്ന അപ്പം ഞാനാകും നിങ്ങളുടെ പിതാക്കന്മാർ മന്നവരൊക്കെ മരിച്ചുപോയി, പക്ഷേ എന്നെ തിന്നുന്നവനോ എന്നേക്കും ജീവിക്കും എന്ന് പറയുമ്പോൾ മന്നയുടെ നിറം പറഞ്ഞിട്ടുണ്ട്. മന്നയുടെ നിറം കൊത്തമ്പാലിൻ്റെ നിറം പോലെ, അത് പറയാം തേൻ കൂട്ടിയ ദോശ. അപ്പോൾ യേശുവിൻ്റെ നിറം കൊത്തമ്പാലിൻ്റെ നിറമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. യേശു ഉരുണ്ടിരുന്നൊരു വ്യക്തിയാണെന്നൊന്നും പറയാനൊക്കത്തില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്നുള്ള ആ ഒറ്റ ഒരു ഇതേ ഉള്ളൂ. നിഴലും പൊരുളും പഠിപ്പിക്കുന്നിടത്ത് മന്ന യേശുവിൻ്റെ നിഴലായിരുന്നു എന്ന് കഴിയുന്നതിന് 10 കാരണങ്ങൾ ആളുകൾ പറയാറുണ്ട്. പക്ഷെ അവിടെ ആ ഒറ്റ ഒരു അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഏതാ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ് ക്രിസ്തു എന്നുള്ളതിന് മാത്രമേ അവിടെ ഒരു എന്തുള്ളൂ സാധ്യതയുള്ളൂ. അല്ലാതെ അത് വെച്ച് പുള്ളിയുടെ നിറമോ, അത് വെച്ച് പുള്ളിയുടെ ഉയരമോ, അത് വെച്ചിട്ട് പുള്ളിയുടെ ഷേപ്പോ ഒന്നും എന്ത് ചെയ്യരുത്, നമ്മൾ പറയാൻ പോകരുത്. എനിത്തിങ് റിലേറ്റഡ് ടു ക്രൈസ്റ്റ്. ഈ അധ്യായത്തിൽ ക്രിസ്തുവിനെ പരാമർശിക്കുന്ന എന്തെങ്കിലും പ്രതിപാദിച്ചിട്ടുണ്ടോ? 9, ഞാൻ ഇന്ന് കുറച്ച് വായിക്കാൻ പോവാം. സെൻട്രൽ ലെസൺ, പ്രധാന പാഠം. ഈ അധ്യായത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പാഠം എന്നാ? ലൂക്കോസ് 15 വരാം. ഒത്തിരി പാഠങ്ങൾ നമുക്ക് അവിടുന്ന് പഠിക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞു, 1, ബി അവെയർ വാട്ട് യു ഹാവ്. നിനക്കെന്തുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊരു ബോധ്യം നിനക്കുണ്ടായിരിക്കണം. നമ്പർ 2, ബി അവെയർ വാട്ട് യു ലോസ്റ്റ്. നിനക്ക് എന്ത് നഷ്ടപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ചൊരു ബോധ്യം നിനക്കുണ്ടായിരിക്കണം. നമ്പർ 3, ഗെറ്റ് റെഡി ടു ടേക്ക് ഇറ്റ് ബാക്ക്. അതിനെ തിരികെ പ്രാപിക്കാനായിട്ടുള്ളൊരു വാഞ്ചയും കഷ്ടപ്പാട് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്പർ 4, 4, റിജോയ്സ് വെൻ യു ഗെറ്റ് ഇറ്റ്. അത് നിനക്ക് തിരികെ ലഭിക്കുമ്പോൾ നീ സന്തോഷത്തോടെ ലെറ്റ് ദ പീപ്പിൾ നോ, സമൂഹം അറിയട്ടെ. അപ്പോൾ എന്തൊക്കെ പ്രധാന പാഠങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്? വാട്ട് ആർ ദ സെൻട്രൽ ലെസൺസ്? 10, കൺക്ലൂഷൻ. അവസാനം നീ എന്തുവാ കൊണ്ട് പറഞ്ഞ് ഒപ്പിക്കാൻ പോന്നേ? അത് ചിലർക്ക് അറിയില്ല. ഈയിടെ ഒരാൾ ആശീർവാദം പറഞ്ഞ പുള്ളി ആശീർവാദം പറയായിരുന്നു, അത് ആദ്യം തൊട്ട് വീണ്ടും പ്രാർത്ഥിക്കായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും പിടിയിട്ടില്ല. ഇവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. പുള്ളി ആശീർവാദമാണോ പറയണേ അതോ അതെന്തുണ്ടാവണമെന്നറിയോ? ഈ ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ ഇതിനകത്ത് കയറ്റി 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 കൊണ്ടുവന്നിട്ട് എന്തുവാ എന്തോ പുള്ളി ചെയ്യണമെന്ന് പുള്ളി തന്നെ മറന്നുപോയി. നീ എന്തോ പറഞ്ഞ് ഒപ്പിക്കാൻ ആഗ്രഹിച്ചേ നിന്റെ പ്രസംഗത്തിൽ കൂടെ? അതെ, എനിക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് എനിക്കത് അവസാനിപ്പിക്കാൻ കഴിയാഞ്ഞേ. അപ്പം ഏത് 45 മിനിറ്റ് കൊടുത്തിട്ട് ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല എന്ന് അവസാനിപ്പിക്കാൻ? സമാപനം എന്തോ നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഇതിനകത്തെല്ലാം 10C ആണത്. ഇതെല്ലാം തുടങ്ങിയിരിക്കുന്ന C എന്നാ. നിങ്ങൾക്ക് ഓർമ്മ വയ്ക്കാൻ വേണ്ടിയാ ഇതിങ്ങനെ C ആക്കിയ എല്ലാം കൂടെ. ചാപ്റ്റർ വൈസ് അധ്യായ പഠനത്തിൽ ഈ 10C നിങ്ങൾ ഓർത്തിരുന്നു. നിങ്ങൾക്കൊരധ്യായത്തിൽ നിന്ന് എത്ര പ്രസംഗം വേണമെങ്കിലും ഉണ്ടാക്കാം. ചിലരങ്ങോട്ട് പ്രസംഗം ഉണ്ടാക്കാൻ ഇങ്ങോട്ട് അയ്യോ എന്നാ
പ്രസവവേദനപ്പെടുന്നതിനേക്കാളും വലിയ വേദന ചില ആളുകൾക്ക് പ്രസംഗം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് ഈസി. ഇത് വളരെ എളുപ്പമാണ്. ആ മെത്തേഡ് അറിയണമെന്നേ ഉള്ളൂ. ആ രീതി അറിഞ്ഞാലുണ്ടല്ലോ. ഇത് ഈ പറയുന്ന പണ്ട് സായിപ്പ് നൂലപ്പം കണ്ട് വണ്ടറടിച്ചിരിക്കുക. ഇതെങ്ങനെയാ ഇത് നൂലപ്പം ഉണ്ടാക്കുന്നത്? ഇതിങ്ങനെ ഓരോന്നിങ്ങനെ നൂലാക്കി. എൻ്റെ സായിപ്പ് ഇത്രയും തലവേദന ഒന്നും ഇത് അതിനകത്ത് ഞെക്കിക്കഴിഞ്ഞാൽ ഇത് നൂലപ്പാ. സായിപ്പിന് അതറിയില്ലായിരുന്നു ഇതിൻ്റെ ഒരു അച്ച് ഇവിടെ കിട്ടുന്നുള്ളത്. ഇതുപോലെ പ്രസംഗം ഉണ്ടാക്കാനുള്ളൊരു അച്ചായത്. ഇതിനാ ഇത് പഠിപ്പിക്കുന്നേ. ഇറ്റ്സ് വെരി ഈസി. ഈസിയാണത് അറിയാമെങ്കിൽ. പക്ഷേ ഈ സ്റ്റെപ്പ് എത്രയാണെന്ന് അറിയണം. ഇതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടായിരിക്കണം. ഒരു 10 പ്രാവശ്യമെങ്കിലും ഈ അധ്യായം വായിക്കാൻ തയ്യാറാവണം. അതിനെക്കുറിച്ച് ധ്യാനിക്കണം. അതിനകത്ത് പറഞ്ഞ വാക്ക് ഏതാണെന്ന് ചിലപ്പം ഗൂഗിളിൽ നോക്കേണ്ടി വരും, ചിലപ്പം ബൈബിൾ ഡിക്ഷണറി നോക്കേണ്ടി വരും, ചിലപ്പോൾ അതിൻ്റെ ഇത് മെനക്കെട്ട പണി തന്നെയാണ്. പക്ഷേ ഇത് അറിയാമെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. യു എൻജോയ്. ഞാൻ ചുമ്മാ ഇരുന്ന് പ്രസംഗങ്ങൾ ഉണ്ടാക്കി വയ്ക്കും. പ്രസംഗിക്കാനൊന്നുമല്ല, എങ്കിലും ഒരു രസമാണ് പ്രസംഗം ഉണ്ടാക്കി വയ്ക്കുന്നത്. അപ്പം ഇന്നലെ എഴുതിയത് തരാത്തവർ ഇന്ന് തരണം. പറഞ്ഞിട്ടില്ല അല്ലേ? മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇന്നലത്തെ 2 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഇത് ബേസ് ചെയ്ത് നമുക്കൊരു പ്രസംഗം ഉണ്ടാക്കണ്ടേ ഇനി നമ്മൾ തിങ്കളാഴ്ചയല്ലേ കാണുള്ളൂ. അപ്പോൾ ഇത് ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം? ഒരു പ്രസംഗം ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒരു അധ്യായം നിങ്ങൾക്ക് പറഞ്ഞുതരാം. വളരെ എളുപ്പമുള്ളൊരു അധ്യായം. 2 തിമോഥെയോസ് 2. അതിനെ ബേസ് ചെയ്തിട്ട്, ആ അധ്യായത്തെ ബേസ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങളോടുള്ള, അപ്പോൾ ഇത്രയും പോയിന്റ്സ് എഴുതിയിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെ ഉത്തരം എഴുതണം. അവസാനം പ്രസംഗം കണ്ടുപിടിക്കണം, എഴുതണം. ഓക്കെ? ബുദ്ധിമുട്ടില്ലല്ലോ? അപ്പോൾ നമുക്ക് പിരിയാം.